ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ കിട്ടുന്ന മട്ടേരി കൊണ്ടുള്ള ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 3 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 മീഡിയം സൈസ് തക്കാളി, പിന്നെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ക്രഷ് ചെയ്ത്. ഞാനിപ്പോൾ കുക്കറിലാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച് ഒരു 1/2 kg ബീഫ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് പൊടികൾ എന്തൊക്കെയാണ് ചേർക്കുന്നത് നോക്കാം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 സ്പൂൺ മുളക് പൊടി, ടീസ്പൂണിലാണ് അത് ശ്രദ്ധിക്കണം, ടേബിൾ സ്പൂണിലല്ല. ഇതിപ്പോൾ എൻ്റെ സ്പൂൺ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. അതിൽ ഞാനൊരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, പിന്നെ ഒരു 1.5 സ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയാണ് ഞാൻ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഞാനിതിപ്പോൾ ഇത്ര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എക്സ്ട്രാ ഓയിലൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് തൈരാണ്. തൈരൊക്കെ ഓരോരുത്തർ പുളിക്കനുസരിച്ച് എത്രയാണ് ഇട്ട് കൊടുക്കുന്നത് അത്ര ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് തൈരാണ് എടുത്തത്. നല്ല പുളിയുള്ള തൈരായത്, 3/4 കപ്പ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇറച്ചി വെന്ത് കിട്ടാനുള്ള ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കൊടുത്ത് ഒരു പകുതിയോളം വേവിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെന്ത് കിട്ടണ്ട, പകുതിയോളം വേവിച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം ഇതുപോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് അരി വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 3/4 കിലോ വരെ ഉണ്ടാവും. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇവിടെ വെന്ത് കിട്ടിയിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടെക്സ്ചറിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ റേഷൻ കടയിലത്തെ അരി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഇവിടെ ഞാൻ ഇപ്പോൾ പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.